സംസ്ഥാനത്ത് ഇന്നും താപനില കുത്തനെ ഉയരുമെന്നുള്ള മുന്നറിയിപ്പാണുള്ളത്. 3 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. അതെ, ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം നാളെ മുതൽ സംസ്ഥാനത്ത് ഉടനീളം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽമഴ പ്രവചിക്കുന്നുമുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 3 ദിവസം വേനൽമഴ ലഭിച്ചു. പക്ഷേ ചൂടിന് യാതൊരു കുറവുമില്ല. അരുൺ സോളമൻ വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഒരു തരത്തിലും ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്ന് വീണ്ടും ചൂട് കൂടുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതെങ്ങനെ സഹിക്കുമെന്നുള്ളതാണ് നമ്മളൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും ഇന്നത്തെ ദിവസവും ഒക്കെ വലിയ ചൂട് സഹിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടി വരുമോ? ഒരു മഴയ്ക്കായി, ഒരു ചെറിയൊരു വേനൽ മഴയ്ക്കായി ഇനിയും എത്ര നാൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും സോളമൻ? ഷിഹാസ്, കീർത്തന, ഗുഡ് മോർണിംഗ്. സംസ്ഥാനം വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കടുത്ത ചൂട് കൂടുമ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KSEB ആയാലും വാട്ടർ അതോറിറ്റി ആയാലും ജീവനക്കാരെ അപേക്ഷിച്ച് വലിയ പ്രതിസന്ധിയുണ്ട്. അതിലുപരി സംസ്ഥാനത്തെ മുഴുവൻ മലയാളികളും ഒന്നടങ്കം വേഴാമ്പലിനെ പോലെ ഒരു മഴയ്ക്കായിട്ട് കാത്തിരിക്കുന്ന സന്ദർഭം കൂടിയാണ്. എന്തായാലും സംസ്ഥാനത്ത് വീണ്ടും അതിശക്തമായ ചൂട് ഇന്നും തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസിൽ താപനില രേഖപ്പെടുത്തുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ട്. അതിന് തൊട്ടു പിന്നിൽ കൊല്ലം 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൽ കോട്ടയമായാലും പത്തനംതിട്ടയായാലും ഇതിന് സമാനമായിട്ടുള്ള ചൂട് രേഖപ്പെടുത്തുകയാണ്. തിരുവനന്തപുരമാണെങ്കിൽ 36 ഡിഗ്രി സെൽഷ്യസിൽ ചൂടുണ്ട്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിലും നിലവിൽ താപനില മുന്നറിയിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യവകുപ്പ് ചില മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾ, അതുപോലെ പ്രായമായവർ, ഗർഭിണികൾ അടക്കമുള്ള പുറത്തിറങ്ങുമ്പോൾ ചില മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കയ്യിൽ ഒരു കുടയും അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ എപ്പോഴും കരുതുക. ഈ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ശീതളപാനീയങ്ങൾ കുടിക്കുമ്പോൾ പോലും കുടിക്കുന്ന ജലം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് 3 ലിറ്റർ വെള്ളമെങ്കിലും പ്രത്യേകിച്ചും ഈ കടുത്ത വേനൽക്കാലത്ത് കുടിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. അതിലുപരി പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. എന്തായാലും 11 മണി മുതൽ 3 മണി വരെ കർശനമായിട്ട് സൂര്യതാപം ഏൽക്കാത്ത രീതിയിൽ പുറത്തിറങ്ങാതെ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതേസമയം വീട്ടിലിരിക്കുമ്പോഴും ഈ ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതെന്തായാലും അകത്തിരിക്കുമ്പോൾ പോലും അങ്ങനെയുള്ള ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ചും KSEBയുടെ ഭാഗത്തുനിന്നായാലും വലിയ സഹകരണം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ ഒരു പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആൾക്കാരും മഴ കാത്ത് കഴിയുന്ന ഒരു വേഴാമ്പലിന്റെ അവസ്ഥയായിട്ടുണ്ട് മലയാളികൾക്ക്. കുറച്ച് ദിവസം കൂടി വേനൽമഴയ്ക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇന്നും വരും ദിവസങ്ങളിലുമൊക്കെ താപനില അതിന്റെ ഒരു തോത് ഉയരാൻ തന്നെയാണ് സാധ്യത. ആരോഗ്യവകുപ്പ് പലതരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതൊക്കെ പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക.